ഷിബു വന്നേ. ഇന്ന് അമ്മേന്റെ ലോട്ടറി നോക്കിട്ട് കണ്ണൊന്നും പിടിക്കുന്നില്ല. അമ്മേനെ വിളിച്ചതേ. ഓ സോവി കണ്ണൊന്നും പിടിക്കുന്നൊന്നുമില്ല. നോക്കിക്കേ എന്റെ നമ്പരൊക്കെ എങ്ങനെയാണുള്ളത്. അത് അടിച്ചാൽ എല്ലാം നിങ്ങൾക്ക് തന്നെയല്ല. ഞാനിത് 12 കോടിയാ. ആ 12 കിട്ടിയാന്നല്ല നിങ്ങൾക്ക് തന്നെയാ. ആ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു. ആ മൊബൈൽ നോക്ക്. ആ അല്ലോ ഇവിടെ കുറച്ചൊന്നും ഇരുന്നേ. അപ്പൊ ചാക്കി ഈ ലോട്ടറി ഒന്ന് നോക്കി കൊടുക്കട്ടെ. അപ്പൊ നോക്കാം നമുക്ക്. ഇപ്പൊ കടയെ കൊണ്ടേ നോക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഈ സ്കാൻ കോഡ് മൊബൈലില് ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പത്ത് 40 81. ഓ ഒന്നുമില്ലപ്പാ. കാണുമല്ലോ നോക്കിയേ. ഒന്നുമില്ല. ഈ നമ്പറിന്റെ അടുത്ത് പോലും. അയ്യോ എത്ര രൂപയാണ്? 12 കോടി. അല്ല എത്ര രൂപയാണ് ടിക്കറ്റ്? 250 രൂപ. ആ വല്ല ആവശ്യമുണ്ട് ഇതിന്റെയൊക്കെ? ഞാൻ ഈ സംഭവം എടുക്കാറേ ഇല്ല. 300 250 വെറുതെ പോയില്ലേ. അത് ആ പിള്ളേർക്ക് വല്ല തിന്നാൻ മേടിച്ചിരുന്നെങ്കിൽ ആ പിള്ളേർ ശരീരത്തെങ്കിലും കൊണ്ട് തന്നെ വല്ല ഏത്തപ്പഴോ ഫ്രൂട്ട്സോ വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ പറ്റിപ്പിടാന്നേ. ചുമ്മാ നമ്മുടെ കയ്യിലെ കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് മേടിക്കും. എന്നാ സൂക്ഷിച്ചു വെച്ചോ, ഓർമ്മയ്ക്കായിട്ട് വെച്ചോ. ഓർമ്മ വെക്കാനായി. അല്ല 300 രൂപ പോയതിന് ഓർമ്മയ്ക്ക് വെച്ചോ. 300 രൂപ പോയതിന് ഓർമ്മയ്ക്ക് വെച്ചു. കഴിവതും ഇതെടുക്കാതിരിക്കുക. എല്ല് മുറിയെ പണിയെടുക്കുക, അതുകൊണ്ട് ഞം ഞം തിന്നുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ഈ പറ്റിക്കൽ പരിപാടി നമ്മൾ തലയാതിരിക്കുക. അതായിരിക്കും ഏറ്റവും മലയാളിക്ക് ഭയങ്കര ക്ഷീണമാണ്. നമ്മുടെ മലയാളികള് പണിയെടുക്കാത്തോണ്ടാ ഹിന്ദിക്കാരും തമിഴ്ക്കാരും വന്നിവിടെ അറുമതിച്ച് പൈസയും കൊണ്ടുകൊണ്ട് പോകുന്നത്. അവര് കൊണ്ടുവന്ന് മലയാളികള് നോക്കി വായും പൊളിച്ച് വേടാമ്പലിരിക്കുന്നത് നമ്മളെ വായും പൊളിച്ച് നോക്കിയിരിക്കും. ആ പണി മൊത്തം അവരും ചെയ്യുന്ന പൈസയും കൊണ്ട് അവര് പോകും. നമ്മൾ ഇവിടെ ഒന്നുമില്ലാതെ ഇവിടെ മണിക്ക് മറുപണിയില്ലാതെ നമ്മളിവിടെ കുത്തിയിരിക്കും. അതാ വിലക്ക് കയറ്റോ അതിനേക്കാളും വരും. അത് കളിച്ചാ അവരവര് തിന്ന. ഇല്ലെങ്കിൽ ഇതേപോലെ പൈസ കൊടുക്കണ്ടേ. പൈസ കൊടുത്തിട്ട് ലാസ്റ്റ് 300. അല്ലാത്തതിന് എത്രയാ? മറ്റേ അല്ലാത്തതിന് 50 രൂപ. 50 രൂപ. അപ്പൊ 5 എടുത്ത് എത്രയായി? 250 ആയില്ലേ? വല്ലതും പ്രചാരണം ഉണ്ടോ അതിൻ്റെ അകത്ത്? അത് 5 മേടിക്കുന്ന സമയമുണ്ടെങ്കിൽ 5 കിലോ അരി മേടിക്കാം. വീട്ടിലേക്ക് അരിയാവും. വേറെ പണിയൊന്നുമില്ല. പപ്പിനെ എടുക്കല്ലേ. കറിയാവും ചെയ്യാൻ ഇറച്ചിയോ മീനോ അല്ല പച്ചക്കറികളോ നല്ല സുഭിക്ഷമായിട്ട് കഴിച്ച് വേറെ നിറച്ച് ഇരുന്നാൽ നേരം വിളിക്കുമ്പോഴത്തേക്കും കാറ്റ് പോയിക്കുന്ന കടകൾ അതുകൊള്ളാം. അങ്ങനെ കാറ്റ് കൊടുക്കണേ. ഇങ്ങനെ കാറ്റ് കൊടുത്താൽ ഇതിപ്പോ മേടിച്ചിട്ട് ഇത് ഇത്രയും ഡേറ്റ് ആവണേ ആലോചിച്ച് നിൽക്കും. കിട്ടുമോ അപ്പൊ നമ്മുടെ അറ്റാക്ക് വരട്ടെ. കിട്ടിയില്ലെങ്കില പൈസയും നമുക്ക് അറ്റാക്കും വന്നു. പിന്നെ അതോടെ തീർന്നു. ബോബോ ഇതെന്താണ് പതിവില്ലാതെ അമ്മായിപ്പനും മരുമോള് ഭയങ്കര ചർച്ച? ഒന്നുമില്ല, പൈസ പോയി. ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്താ ചെയ്യണ്ടേന്നുള്ളത്. എന്താണ് പൈസ 300 രൂപ പോയി. 300 രൂപ പോയാ? എന്ത് പറ്റി? എന്ത് പറ്റാനൊന്നുമില്ല. എല്ലാം പോയി, എല്ലാം താർന്നു പോയി. വിഷു ബമ്പർ വിഷ്ണു എടുത്തല്ലേ? 300 രൂപയോ? ഇത് നമ്പർ ഏതാ? VC 10 40 81. നീ മറ്റേ മൊബൈൽ നോക്കിയാ? അടുത്ത് പോലും വന്നിട്ടില്ല. 7 എഴുത്തൊന്നില്ല. അപ്പൊ ഇങ്ങനെ കാര്യം ചെയ്യ്, വീട്ടിൽ അടുപ്പ് കത്തിക്കുന്നില്ലേ, ഇത് കളയണ്ട. അപ്പൊ ഇത് വയ്യ കൊണ്ടൊന്ന് അടുപ്പിലേക്ക് ഇടുക. അങ്ങോട്ട് തീ പിടിപ്പിച്ചിട്ട് ഇതിലോട്ട് ഇങ്ങോട്ട് വെള്ളം ചൂടാക്കി കുളിക്കുക. നല്ല സുഖമാ.
12 കോടിയുടെ കുളിക്കുകയും സുഖം ചെയ്യാം. കുടിക്കാം. പപ്പാ ആ. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ പപ്പാ? ആ. എനിക്ക് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ലോട്ടറി അടിച്ചു. അത് പപ്പ അറിഞ്ഞോ? എനിക്ക് എപ്പോഴാണ് ലോട്ടറി അടിച്ചേ? ഞാനിപ്പോഴാണ് അറിയുന്നത്. അത് ഞാനും അറിഞ്ഞില്ലല്ലോ. ശരിയാണോ അപ്പൊ? അതെപ്പോ അടിച്ചു? അതേത് ലോട്ടറി? പപ്പ സോഫിയ, എനിക്കടിച്ച ലോട്ടറി എന്താണ് പപ്പായ്ക്ക് അറിയണോ? അറിയണം. സോഫിയക്ക് അറിയണോ? അറിയണം. എന്നാ ഞാൻ പറഞ്ഞേക്കാം. റോസലിമ്പൂർ എന്നൊക്കെ അറിയണോ? അപ്പനടിച്ച ലോട്ടറി നിങ്ങൾക്ക് അറിയണോ? അറിയണം. അന്ന് അപ്പനെ രഹസ്യം പറയാം. അയ്യോ, ഇത്രയും രഹസ്യം ഉണ്ടോ? പറയാം. പപ്പ സോഫി 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത ലോട്ടറിയാണ്, ഞാൻ കണ്ടുപിടിച്ച ലോട്ടറിയാണ് സോഫിയ. മനസ്സിലായോ? ഇതായിരുന്നു ഞാൻ എടുത്ത ലോട്ടറി. ഈ ലോട്ടറിക്ക് 3 പ്രൈസ് അടിച്ചു. ആ 3 പ്രൈസ് ഏതാണോ പപ്പയ്ക്ക് അറിയാവോ? ആ ലോട്ടറിയിൽ എനിക്കടിച്ച പ്രൈസാണ് റോസുമോള്, ഇമ്മാനുവല്, അന്നക്കുട്ടി. ഈ ലോട്ടറിയേക്കാളും വലുത് നമുക്ക് എന്ത് ലോട്ടറി ഉള്ളത്? ഇവിടെ ഭൂമി നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം, അല്ലാതെ ആരും നമുക്ക് കൊണ്ടുതരില്ല. നമ്മൾ എല്ലും മുറുകി പണിതാൽ പല്ലും മുറുകി തിന്നാം എന്നുള്ള ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് നമുക്ക് അങ്ങനെ നിവൃത്തിയാക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും എപ്പോഴും നമ്മളെപ്പോഴും കാത്ത് സംരക്ഷിക്കുന്ന നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കുക. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോയാൽ നമുക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകില്ല. എല്ലാം ദൈവം നമുക്ക് തരും. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളാരും ദൈവത്തെയും തേടുന്നില്ല. നമുക്കാർക്കും എന്താണ് ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. ആണുങ്ങൾ കുറെ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഭർത്താക്കന്മാര് അവർക്ക് രാവിലെ ജോലി ചെയ്യണം, വൈകുന്നേരം പോയി 2 എണ്ണം അടിക്കണം, വീട്ടിൽ വന്ന് കിടന്നുറങ്ങണം. എന്നാൽ ഭാര്യ എന്തെടുക്കുന്നു? ഭാര്യ എന്തെടുക്കുന്നു? കുഞ്ഞുങ്ങൾ എന്തെടുക്കുന്നു? കുഞ്ഞുങ്ങൾ ആവശ്യങ്ങൾ എന്താണ്? അല്ലെ ഭാര്യയുടെ ആവശ്യങ്ങൾ എന്താണ്? വീട്ടിൽ പ്രായമായ അപ്പനും അമ്മയുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടി പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരെ ഞങ്ങൾ ഇനി നോക്കേണ്ട കടമയുണ്ട് എന്നുള്ളതൊന്നും ഇന്ന് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. അതുപോലെ തന്നെ ഇന്ന് സ്ത്രീകളും അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരുണ്ട്. ലോകം മുഴുവനും വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തുകൊണ്ട് വരിക. എന്നാൽ അവരുടെ വീട്ടിൽ അവരെ സ്നേഹിക്കുന്ന ഭർത്താവുണ്ട്, അല്ല കുഞ്ഞുങ്ങളുണ്ട്, അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്. ഇവരെയൊന്നും നോക്കാതെ വകവെക്കാതെ പണം 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 ഈ പണം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? മക്കള് അമ്മേനെ അനുസരിക്കുന്നില്ല, അപ്പനെ അനുസരിക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കള്ളും കഞ്ചാവും അടിച്ച് അപ്പൻ്റെ അമ്മയുടെ തല തല്ലി പൊട്ടിക്കുന്നു. പിന്നെ കിടന്ന് മോങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ ലോട്ടറി നിൽക്കുന്ന പണം ഉണ്ടാക്കണം എന്നുള്ള വിചാരം ആൾക്കാർക്ക്. പണം 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 12 കോടി കിട്ടി. അണ്ട് എന്ത് ചെയ്തു? ഒരു കുടുംബം മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ പിന്നെ ഈ പണം കിട്ടിയിട്ട് എന്ത്? ഈ പദവി കിട്ടിയിട്ട് എന്ത് കാര്യം? ആദ്യം ചെയ്യേണ്ട ദൈവം നമ്മളെ ഏൽപ്പിച്ച ഭാര്യ, ഭർത്താവ്, മക്കള് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം. മനസ്സിലായോ? സ്വർഗം എന്താണ്? അതായത് വീട്ടിൽ കുടുംബത്തിൽ അപ്പനും അമ്മയും ഭാര്യയും മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ സ്വർഗം, ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗം പടുതുയർത്താൻ പറ്റുന്നില്ല, പിന്നെ നമ്മൾ എവിടെ സ്വർഗത്ത് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ലോട്ടറി സോഫിയായും മക്കളും അപ്പനൊക്കെ തന്നെ. മനസ്സിലായോ? ഇനിയെങ്കിലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ എടുക്കാതെ നമ്മൾ ആ 300 ഉണ്ടായിരുന്ന നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞായിരുന്നേ. 5 കിലോ അരി മേടിക്കാറ്, 1 കിലോ പോത്ത് മേടിച്ചില്ല. 1 കിലോ പോത്ത് 300 രൂപ പപ്പായ്ക്ക് 1 കിലോ പോത്തും കിട്ടിയായിരുന്നേ, 5 കിലോ അരിയും കിട്ടിയായിരുന്നേ. അടിപൊളി. നമുക്ക് ആ 1 കിലോ കൊണ്ട് ആ 300 രൂപ കൊണ്ട് നമുക്ക് 1 കിലോ പോത്തും മേടിച്ച് തിന്ന് കഞ്ഞിയും കുടിച്ച് സുഖമായിട്ടിരിക്കായിരുന്നു. ഇപ്പൊ കളിച്ചിട്ടും ഇല്ല, പിടിച്ചു തരാം. പൊട്ടിപ്പോയി.